ഒരിക്കൽ ഹനുമാൻ സ്വാമി ഒരു വലിയ മലയുടെ മുകളിലിരുന്ന് സമാധാനത്തോടെ വാഴപ്പഴം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ശനിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ശനിദേവൻ ഹനുമാനോട് അഹങ്കാരത്തോടെ പറഞ്ഞു, ഹനുമാൻ, താങ്കളുടെ സുഖവും സന്തോഷവുമുള്ള കാലം കഴിഞ്ഞു. ഇനി ദുരിതങ്ങളുടെ സമയമാണ്. ഞാനിപ്പോൾ താങ്കളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ഇത് കേട്ടപ്പോൾ ഹനുമാൻ സ്വാമി ശാന്തമായി മറുപടി പറഞ്ഞു, ശനിദേവ, എന്റെ ഓരോ അണുവിലും എന്റെ പ്രിയപ്പെട്ട പ്രഭു ശ്രീരാമൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് അങ്ങക്ക് എന്നിൽ ഒരിടം കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ അഹങ്കാരിയായ ശനിദേവൻ വഴങ്ങിയില്ല. അദ്ദേഹം തന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു, എന്റെ 7.5 ശനിയുടെ ശക്തി താങ്കൾക്കറിയില്ല ഹനുമാൻ. ഒരാളിൽ 7.5 വർഷം ഞാൻ ഇരിക്കും. ആദ്യത്തെ 2.5 വർഷം കാലിലിരിക്കും. അപ്പോൾ അവർക്ക് സമാധാനമില്ലാതെ അലയേണ്ടി വരും. അടുത്ത 2.5 വർഷം തലയിലിരിക്കും. അപ്പോൾ അവരുടെ ബുദ്ധി താറുമാറാകും. അവസാനത്തെ 2.5 വർഷം നാവിലിരുന്ന് അവരെ കൊണ്ട് മോശം വാക്കുകൾ പറയിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ശനിദേവൻ ശക്തിയായി ഹനുമാന്റെ തലയിൽ കയറിയിരുന്നു. ശനിദേവൻ തലയിലിരുന്ന ഉടൻ ഹനുമാൻ സ്വാമിക്ക് അവിടെ വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറക്കല്ല് തന്റെ വാൽ കൊണ്ട് എടുത്ത് തലയിൽ വെച്ചു. എന്നിട്ടും ചൊറിച്ചിൽ മാറിയില്ല. അദ്ദേഹം രണ്ടാമതും അതിലും വലിയൊരു കല്ലെടുത്ത് ആദ്യം വെച്ച കല്ലിന്റെ മുകളിൽ വെച്ചു. കല്ലുകളുടെ ഭാരം തലയിൽ താങ്ങാനാവാതെ ശനിദേവന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഭയം കൊണ്ട് വിറച്ച് ശനിദേവൻ ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? തല ചൊറിയുകയാണെങ്കിൽ അങ്ങ് കൈകൊണ്ട് ചൊറിഞ്ഞാൽ പോരെ, എന്തിനാണ് ഈ പാറകൾ എടുത്ത് തലയിൽ വയ്ക്കുന്നത്? ഹനുമാൻ സ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കെന്റെ ചൊറിച്ചിൽ മാറ്റാൻ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴി. എന്നിട്ട് ഇതിലും വലിയ അടുത്ത പാറക്കൽ എടുക്കാൻ അദ്ദേഹം ഒരുങ്ങി. അതോടെ കല്ലുകൾക്കിടയിൽ ഞെരുങ്ങിയ ശനിദേവന് വേദന സഹിക്കാനാവാതെയായി. ഒടുവിൽ മറ്റു വഴിയൊന്നുമില്ലാതെ ശനിദേവൻ കൈകൾ കൂപ്പി ഹനുമാൻ സ്വാമിയോട് മാപ്പ് പറഞ്ഞു. ശനിദേവനെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച ശേഷം ഹനുമാൻ സ്വാമി അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നു മുതൽ എന്നെ ആത്മാർത്ഥമായി ആരാധിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന ഭക്തരെ അങ്ങ് തന്റെ ദുർബലമായ ദോഷകരമായ നോട്ടം കൊണ്ട് ഒരിക്കലും നോക്കരുത്. അവർക്ക് മേൽ ശനിയുടെ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ശനിദേവൻ ഹനുമാന് ആ വാക്ക് കൊടുത്തു. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ശനിദോഷങ്ങൾ ബാധിക്കാറില്ല എന്നാണ് വിശ്വാസം.